ഹലോ, വെൽക്കം ബാക്ക്. നമുക്ക് സിമ്പിളായി ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കിയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി നമ്മൾ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ നീളത്തിലരിഞ്ഞൊരു സവാള അതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കണം. അത് പൊരിഞ്ഞു വരുന്ന നേരം കൊണ്ട് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി ഉള്ളി ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ഇല്ലി കരിവേപ്പിൻ്റെ ഇലയും ചേർക്കണം. ഈ ഉള്ളി നല്ല മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് പാകമാവുമ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയ എണ്ണയിലേക്ക് അരി വേവാനുള്ള വെള്ളം നമുക്ക് ചേർക്കാം. 1 കപ്പ് അരിയിലേക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ഏലക്കായി, പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചേർത്തിട്ടില്ല, അപ്പോൾ ചെറുതാക്കി അരിഞ്ഞ് ക്യാരറ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് പാകമായി തുടങ്ങിയിട്ടുണ്ട്. റെഡിയായ നെയ്ച്ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം കോരി വെച്ച ഉള്ളി പൊരിച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഇതിനോടൊപ്പം ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കത് മൂടി വെക്കാം. അങ്ങനെ ടേസ്റ്റിയായ നെയ്ച്ചോറ് റെഡിയായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.